ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 16 നാണുവിൻ്റെ അത്ഭുത കിണർ. ഭാഗം 16 നാണുവിൻ്റെ അത്ഭുത കിണർ. മലയാളം, സംസ്കൃതം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള പഠിപ്പും അറിവും ശേഷിയും നാണു സമ്പാദിച്ചു കഴിഞ്ഞു. അതിനു പുറമെ പിതാവിൽ നിന്നും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരിൽ നിന്നും സാമാന്യം നല്ല നിലയിൽ വൈദ്യവും ജ്യോതിഷവും പഠിക്കുകയും ചെയ്തു. കൂടാതെ ബാലപ്രബോധനം, സിദ്ധരൂപം, ശ്രീരാമദന്തം, അമരകോശം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും തികഞ്ഞ അവഗാഹവും നടത്തി. അതിൽ കവിഞ്ഞ് ഒരു ഉപരിപഠനം നടത്തുന്നതിന് അക്കാലത്ത് ചെമ്പഴന്തിയിലോ അയൽ ദേശങ്ങളിലോ മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നാണുവിൻ്റെ സ്വാധ്യായത്തിന് ഒരു കുറവും വന്നിരുന്നില്ല. അക്കാലത്ത് നാണുവിൻ്റെ ശ്രദ്ധ കൃഷിക്കാര്യങ്ങളിൽ കൂടി പതിഞ്ഞിരുന്നു. പച്ചക്കറികളും വാഴയുമൊക്കെ വയൽവാരത്ത് ധാരാളമായി കൃഷി ചെയ്തു. കൃഷിക്കാര്യങ്ങളെല്ലാം നാണുവിന് നല്ല വശമായിരുന്നു. എന്ത് നട്ടാലും അതിലെല്ലാം അസൂയപ്പെടുത്തുന്ന വിളവാണ് നാണുവിന് കിട്ടിയിരുന്നത്. അതിനിടയിൽ വയൽവാരത്തെ പാടത്തിനും പറമ്പിനും ഇടയ്ക്കായി നല്ലൊരു വെറ്റിലത്തോട്ടവും ഉണ്ടാക്കി. ഓരോ വെറ്റിലക്കൊടിക്കും വളർന്നു പടരുന്നതിന് പാകമായ നിലയിൽ നീളത്തിലുള്ള കഴകൾ ചേർത്ത് ഉയരത്തിൽ വേലികൾ പോലെ കെട്ടിയുണ്ടാക്കി. വെറ്റിലത്തോട്ടം നനയ്ക്കുന്നതിനായി അടുത്തുള്ള തൊടിയിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരു കിണർ സ്വന്തമായി വെട്ടിയുണ്ടാക്കുകയും ചെയ്തു. അതിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. വലിയ പാളയിൽ കോരിയാണ് നാണു ചെടികൾ നനച്ചിരുന്നത്. നാണുവിൻ്റെ പരിചരണമേൽക്കാത്ത ഒരു തളിര് പോലും ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവയുടെ ഇളം പച്ച നിറത്തിൽ മഞ്ഞ വെയിൽ നാളങ്ങൾ പതിക്കുമ്പോഴുള്ള തിളക്കവും ചന്തവും ഗന്ധവും നാണുവിന് മതിവരാത്ത കാഴ്ചയും അനുഭവവുമായിരുന്നു. ചെമ്പഴന്തിയിൽ മറ്റ് പലർക്കും വെറ്റിലക്കൃഷി ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നാണുവിൻ്റെ വെറ്റിലത്തോട്ടത്തിനോളം വരില്ലായിരുന്നു. ആ ഇടയ്ക്ക് തിരുവിതാംകൂറിൽ വലിയൊരു വരൾച്ചയുണ്ടായി. ചെറിയ കുളങ്ങളും തോടുകളും കിണറുകളുമൊക്കെ വറ്റി വരണ്ടു. അതോടെ ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വന്നു. പലരുടെയും കൃഷികൾ ആ വരൾച്ചയിൽപ്പെട്ട് നശിച്ചു. അക്കൂട്ടത്തിൽ മറ്റ് പല വെറ്റിലത്തോട്ടങ്ങളും ഉണങ്ങി കരിഞ്ഞുപോയി. എന്നാൽ നാണുവിൻ്റെ തോട്ടത്തിനും അതിൻ്റെ പച്ചപ്പിനും മാത്രം യാതൊരു കേടും ഉണ്ടായില്ല. കാരണം മറ്റെല്ലാ കിണറുകളും വറ്റി വരണ്ടപ്പോഴും നാണു വെട്ടിയുണ്ടാക്കിയ കിണറിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ടായിരുന്നു. അത് എല്ലാവരിലും വലിയ അതിശയമാണുണ്ടാക്കിയത്. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കുടിവെള്ളത്തിനായി നാണുവിൻ്റെ കിണറിനെയാണ് അപ്പോൾ ആശ്രയിച്ചത്. എത്ര വെള്ളം കോരിയാലും അത്രയും വെള്ളം ഊറിയിറങ്ങുന്ന ഒരു അത്ഭുത കിണറായിരുന്നു അത്. എല്ലാവരും നാണുവിൻ്റെ കൈപുണ്യത്തെയും കാരുണ്യത്തെയും സ്തുതിച്ചു. ഭൂമി തന്നിൽ മനുജന്മവേഷത്താൽ അവതാരമെടുത്തൊരു പുണ്യവാൻ, അഖിലത്തിനും ആധാരമൂർത്തിയാം വയൽവാരത്തെ ഉണ്ണിയായി ഈശ്വരൻ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 16 നാണുവിൻ്റെ അത്ഭുത കിണർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.